നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ് ആണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് എടുക്കുക. ഈ ചാപ്റ്ററിനകത്ത്, അതായത് നമ്മുടെ അധ്യായം 28 എ ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു PDF ഉണ്ടാക്കി ഇട്ടെന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നമ്മളിപ്പോ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് കേട്ടിരിക്കുക. എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക ഐക്യത്തിന് മലയാള ഭാഷ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി. ഭാഷയെയും പ്രദേശത്തെയും അടിസ്ഥാനമാക്കിയുള്ള മലയാളി സമത്വത്തിന്റെ വേരുകൾ 14-ാം നൂറ്റാണ്ടിലെ ഒരു വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് അത് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാര് എന്തു ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാർ കേരളത്തെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിങ്ങനെ 3 ഭരണഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വിധം ഒരു സംസ്ഥാനം ഉണ്ടാകുന്നതിന് പ്രതിബന്ധം, അതായത് ഒരു സംസ്ഥാനമാക്കി മാറ്റുക, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറയുന്ന 3 വിഭാഗം മാറ്റിയിട്ട് അതിനെ എല്ലാം കൂടെ ഒരൊറ്റ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളത് മലയാളികളുടെ ആവശ്യമായിരുന്നു. അപ്പൊ അതാണ് ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് മാറി, അതായത് കേരളം ഒരു സംസ്ഥാനമായി മാറിയതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. ഐക്യ കേരളത്തെ ആസ്പദമാക്കി ആദ്യകാലത്തുണ്ടായ പ്രമേയങ്ങളിൽ ഒന്നാണ് 1928 ഏപ്രില് എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അംഗീകരിച്ച ഐക്യ കേരള പ്രമേയം. അപ്പൊ ആദ്യമായി ഐക്യ കേരളത്തെ ആസ്പദമാക്കി ഉണ്ടായ പ്രമേയം ഏതാണെന്ന് ചോദ്യത്തിൽ വരാം. ആ ചോദ്യത്തിനുള്ള ആൻസർ എന്താണ്? 1928 ഏപ്രിലിൽ എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം അംഗീകരിച്ച ഐക്യ കേരള പ്രമേയമാണ് ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ 1928 ഏപ്രിൽ പഠിച്ചു വെക്കുക കേട്ടോ. എവിടെയാണ് പ്രമേയം അവതരിപ്പിച്ചത്? നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. എവിടെ കൂടി? എറണാകുളത്ത് കൂടി. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കുകയുണ്ടായി. അപ്പൊ ഒന്നുകൂടെ ഞാനൊന്ന് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത്. ആദ്യമായി ഐക്യ കേരളത്തെ പറ്റി ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത് കൊച്ചിയിൽ വെച്ച് നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ 1928 ഏപ്രിലാണ്. പിന്നീട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം 28 തന്നെ മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസാക്കി. പഠിച്ചു വെക്കാം. 1921 മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളെല്ലാം കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പൊതുവേദിയിൽ ഒത്തുചേരാനും ഐക്യ കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും സന്ദർഭം നൽകി. അപ്പൊ ഈ ഐക്യ കേരള പ്രസ്ഥാനം രൂപം കൊണ്ടത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 1928 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐക്യ കേരള പ്രമേയം പാസാക്കി. 28 മെയ്യില് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പാസാക്കി. പിന്നീട് 21 തൊട്ട് തന്നെ അഖില കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളിലെല്ലാം തന്നെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഒരേ വേദിയിൽ ഒത്തുചേരാനായിട്ട് അവസരമുണ്ടാക്കി. ഇതും എന്തിനു കാരണമായി? ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായി. ഇനി നോക്കുക, 1940 ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി സുനിശ്ചിതമായപ്പം ഐക്യ കേരള പ്രസ്ഥാനത്തിനും ശക്തി വർദ്ധിച്ചു. ഏകദേശം നമുക്ക് ഉറപ്പായി സ്വാതന്ത്ര്യം കിട്ടാൻ പോവാണ്. അപ്പൊ പിന്നെ എന്താ ആവശ്യം വന്നു? ഐക്യ കേരളത്തിന് ആവശ്യം വന്നു. 1946 ജൂലൈ 29 കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തില് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ തന്നെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പഠിച്ചു വെക്കുക. 1940 ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തി ഉറപ്പായപ്പം 46 ജൂലൈ 29 1946
ജൂലൈ 29 കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തില് ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായം രാജാവ് രേഖപ്പെടുത്തിയിരുന്നു. ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് ഒരു സബ് കമ്മിറ്റി ഏർപ്പാടാക്കി. ഒരു സബ് കമ്മിറ്റിയെ കേരള പ്രദേശ് കോൺഗ്രസ് ഏർപ്പാടാക്കി. ഈ കമ്മിറ്റി 1946 ഒടുവില് KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ വെച്ച് കൂടിയാലോചിക്കുകയും കാലേ കൂട്ടി ഒരു ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്. 1946 ഒടുവില് KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ വെച്ചിട്ട് ആര് കൂടി ചേർന്നെന്നാ പറഞ്ഞത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു സബ് കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് ഏർപ്പാടാക്കി, ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1946 KP കേശവമേനോൻ ആയിരുന്നു. അദ്ദേഹം ചെറുതുരുത്തിയിൽ വെച്ചിട്ട് കൂടിയാലോചിച്ചു, ഒരു കമ്മിറ്റി കൂടുകയും അങ്ങനെ ഐക്യ കേരള സമ്മേളനം വിളിച്ചുകൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിരുന്നു 1947 ഏപ്രിലിൽ തൃശ്ശൂര് വെച്ച് K കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനം. അപ്പൊ ഐക്യ കേരള സമ്മേളനം 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് ചേർന്നപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? K കേളപ്പനായിരുന്നു. അപ്പൊ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. അന്നോളം കേരളത്തിൽ നടന്നിട്ടുള്ള ഏത് സമ്മേളനത്തെക്കാളും കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം ഉള്ള ഒന്നായിരുന്നു 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത്. കൊച്ചി മഹാരാജാവ് സമ്മേളനത്തിൽ നേരിട്ട് സന്നിഹിതനാവുകയും ഐക്യ കേരളത്തിന്റെ സ്ഥാപനത്തെ അനുകൂലിച്ച് പിന്നി പ്രസംഗിക്കുകയും ചെയ്തു. ഐക്യ കേരളം വിളംബമന്യേ സ്ഥാപിക്കപ്പെടണമെന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു പ്രമേയം സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടു. 47 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് K കേളപ്പന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഈ മൊയ്തു മൗലവിയായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ 100 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയെയും യോഗം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഐക്യ കേരള സ്ഥാപനത്തെ ത്വരിപ്പിക്കാനായിട്ട് 1949 ഫെബ്രുവരിയിൽ ആലുവായിലും നവംബറിൽ പാലക്കാട്ടും ഇമ്മാതിരി സമ്മേളനങ്ങൾ നടന്നു. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഈ സമ്മേളനങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയെ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ കേരള സംസ്ഥാനമാക്കി മാറ്റണം എന്നുള്ള ഒരു ആവശ്യം സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഉറപ്പ് വന്നതോട്, ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന്റെ ഒരു ഉറപ്പ് വന്നതോടുകൂടി ശക്തി പ്രാപിച്ചു. 28 ഏപ്രിലിൽ തന്നെ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. 28 മെയ്യില് നെഹ്റു ഈ പ്രമേയം പാസാക്കിയുണ്ടായി. അതിന്റെ ഫലമായിട്ട് 46 ജൂലൈ 29 കൊച്ചി മഹാരാജാവും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കൊച്ചി നിയമസഭയ്ക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ എന്താ? ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കമ്മിറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മിറ്റി ഒരു സബ് കമ്മിറ്റിയെ നിയമിക്കുന്നു. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആദ്യത്തെ KP കേശവമേനോനായിരുന്നു. ഇദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് 1946 ഒടുവില് ചെറുതുരുത്തിയിൽ വെച്ചിട്ടൊരു സമ്മേളനം കൂടിച്ചേരുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട എന്താ? 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഒരു ഐക്യ കേരള സമ്മേളനം ഉണ്ടായിരുന്നു. അതിന്റെ അധ്യക്ഷൻ K കേളപ്പനായിരുന്നു. അപ്പൊ ഈ യോഗം എന്ന് പറയുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ആ ഒരു വരവിനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഈ 47 ഏപ്രിലിൽ കൂടിയ ഈ സമ്മേളനം, തൃശ്ശൂരിൽ വെച്ച് കൂടിയ സമ്മേളനമായിരുന്നു. ഇതിൽ ആര് പങ്കെടുത്തു? കൊച്ചി രാജാവ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഈ പ്രമേയം അവതരിപ്പിച്ച ആരായിരുന്നു? ഈ മൊയ്തു മൗലവി ആയിരുന്നു. അതിനുശേഷം ആ ഒരു പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ 100 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയെയും ഒരു യോഗം തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഈ യോഗം തന്നെ 100 സ്ഥിര അംഗങ്ങളെ അടങ്ങുന്ന ഒരു സമിതിയെ തെരഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഐക്യ കേരള സ്ഥാപനത്തെ ത്വരിപ്പിക്കാനായിട്ട് 49 ഫെബ്രുവരിയിൽ ആലുവായിലും നവംബറിൽ പാലക്കാട്ടും ഇങ്ങനത്തെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സമ്മേളനം നടന്നു എന്ന് ചോദിക്കുമ്പോൾ നടന്നു എന്ന് തന്നെ എഴുതണം കേട്ടോ. എവിടെയൊക്കെ നടന്നു? 49 ഫെബ്രുവരിയിൽ ആലുവായിലും നടന്നു, അതുപോലെ നവംബറിൽ പാലക്കാട്ടും, 47 തൃശ്ശൂര്, 46 ചെറുതുരുത്തി. തെറ്റിക്കത്തില്ലല്ലോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കൊച്ചി തിരുവിതാംകൂർ നമ്മുടെ സംയോജനത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ നോട്ട് ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഇതൊക്കെയാണ് ചോദിക്കാൻ സാധ്യത. അങ്ങനെ ഇതിനകം ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് മിനിസ്ട്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംയോജനത്തിനും വേണ്ടി സ്വീകരിച്ച നയപദ്ധതികൾ വൈകാതെ കൊണ്ടുള്ള ഐക്യ കേരള സ്ഥാപനത്തിനും പ്രയോജനമായി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിച്ചു എന്നൊക്കെ അല്ലെ. അപ്പൊ അതും നമ്മുടെ ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനത്തിന് പ്രോത്സാഹനമായി.
49 ജൂലൈ 1 തീയതി തിരുവിതാംകൂറും കൊച്ചിയും എന്ന 1949 ജൂലൈ 1 തീയതി തിരുവിതാംകൂറും കൊച്ചിയും സംസ്ഥാനം ജന്മമെടുക്കുകയും, അതായത് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു. ഐക്യ കേരളം സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ ക്രിയാത്മകമായി സഹായിച്ച ആദ്യത്തെ നടപടി ഏതായിരുന്നു? 1949 ജൂലൈ 1 തീയതി തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുത്തതാണ്. ശുഭകരമായ ഒരു അന്തരീക്ഷത്തിൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും മഹാരാജാക്കന്മാർ സംയോജന പ്രമാണത്തിൽ സന്തോഷപൂർവ്വം ഒപ്പിട്ടു. തിരുവിതാംകൂർ മഹാരാജാവ് പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി. ആരായിരുന്നു രാജപ്രമുഖൻ? തിരുവിതാംകൂർ മഹാരാജാവ്. കൊച്ചി മഹാരാജാവാകട്ടെ സ്വന്തം പ്രജകൾക്ക് കൂടുതൽ വിശാലമായ ഒരു ജീവിതം കൈവരാൻ വേണ്ടി സമസ്ത അവകാശങ്ങളും ത്യജിക്കാൻ സ്വയം സന്നദ്ധനായി. ഇരു രാജ്യങ്ങളിലെയും നിയമസഭകളും മന്ത്രിസഭകളും ഏകോപിപ്പിച്ച് പുതിയ സംസ്ഥാനത്തിന്റെ നിയമസഭയും മന്ത്രിസഭയുമായി തീർന്നു. സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തും ഹൈക്കോടതി എറണാകുളത്തും ആയിരിക്കണമെന്ന് ഇതിൽ തീരുമാനിക്കപ്പെടുന്നു. അപ്പം തിരുവിതാംകൂർ കൊച്ചി സംയോജനം 1949 ജൂലൈ 1 ആരായിരുന്നു രാജപ്രമുഖനായിട്ടിരിക്കുന്നത്? ഇപ്പം തിരുവിതാംകൂർ മഹാരാജാവാണ്. കൊച്ചി മഹാരാജാവ് മാറിക്കൊടുത്തു. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരവും ഹൈക്കോടതി എറണാകുളവുമാണെന്ന് യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇനി മന്ത്രിസഭയുടെ ഉദയാസ്തമയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നോക്കാം. സംയോജനം നടക്കുമ്പോൾ TK നാരായണ പിള്ളയായിരുന്നു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി. സംയോജനം നടക്കുമ്പോൾ തിരുവിതാംകൂർ മുഖ്യമന്ത്രി ആരായിരുന്നു? TK നാരായണ പിള്ള. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലാ? ആരുടെ? മുഖ്യമന്ത്രി TK നാരായണ പിള്ളയുടെ നേതൃത്വത്തിൽ. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരിൽ ചിലർ മാറിക്കൊണ്ടിരുന്നെങ്കിലും ആ മന്ത്രിസഭ 1951 വരെ അധികാരത്തിൽ തുടർന്നു. കോൺഗ്രസ് സംഘടനയിൽ പിളർപ്പുണ്ടാവുകയാൽ 1951 ഫെബ്രുവരിയിൽ മന്ത്രിസഭ രാജിവെച്ചു. TK നാരായണ പിള്ളയുടെ അധ്യക്ഷതയിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭ 1951 ഫെബ്രുവരിയിൽ രാജിവെക്കുന്നു. തുടർന്ന് C കേശവൻ മുഖ്യമന്ത്രിയായുള്ള മന്ത്രിസഭ ഒരു ഹ്രസ്വകാലത്തേക്കുള്ള ഭരണം നടത്തി. ഏത് ഭരണ? തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ഭരണം. 51-52 പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ ആകെയുള്ള 108 സീറ്റുകളിൽ 44 എണ്ണം മാത്രമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ. എങ്കിലും തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിലെ 8 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ AJ ജോണിന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ രൂപം കൊണ്ടു. തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസുകാർ പിന്തുണ പിൻവലിച്ചപ്പോൾ ജോൺ മന്ത്രിസഭയും തകർന്നു. ജസ്റ്റ് കേട്ടിരിക്കുക. തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് 1954 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 118 സീറ്റുകളിൽ 45 സീറ്റ് മാത്രമാണ് പിന്നെയും കോൺഗ്രസ് ജയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസുകാർ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയുടെ പിന്തുണ നൽകി. PSPക്ക് നിയമസഭയിൽ 19 അംഗങ്ങളെ, അതായത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 19 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവരുടെ മന്ത്രിസഭ 1954 മാർച്ച് 17 തീയതി പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഭരണമേറ്റു. PSP മന്ത്രിസഭയുടെ കാലത്ത് തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് പ്രദേശങ്ങൾ തൊട്ടടുത്തുള്ള മദുരാശി സംസ്ഥാനത്തോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രക്ഷോഭണം ആരംഭിക്കുന്നു. പ്രക്ഷോഭണം അക്രമാസക്തമാവുകയും മാർത്താണ്ഡത്തിനടുത്ത് നടന്ന പോലീസ് വെടിവയ്പിൽ 7 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് കക്ഷിയുടെ പിന്തുണയോടുകൂടി നിയമസഭ പാസാക്കിയ ഒരു അവിശ്വാസ പ്രമേയം PSP മന്ത്രിസഭയുടെ പതനത്തിന് കാരണമാവുന്നു. അപ്പൊ കൊച്ചി തിരുവിതാംകൂർ സംസ്ഥാനം ഭരിച്ചിരുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം TK നാരായണപിള്ളയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ പോയി. അതിനുശേഷം 51 ആ അധികാരം മാറുന്നു. ആ മന്ത്രിസഭ രാജിവെച്ചു അല്ലെ. അതിനുശേഷം വന്നത് C കേശവൻ മുഖ്യമന്ത്രിയായുള്ള കുറച്ചു നാൾ ഭരിച്ചിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു. അതിനുശേഷം 51-52 പൊതു തെരഞ്ഞെടുപ്പിൽ 44 എണ്ണം മാത്രമേ കോൺഗ്രസ് ജയിക്കുന്നുള്ളൂ. അങ്ങനെ തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസിലെ 8 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പിന്നീട് വരുന്നത് AJ ജോണിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു. അതും തകരുന്നു. അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്ക് 54 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ 45 സീറ്റ് മാത്രമേ പിന്നീട് കോൺഗ്രസ് ജയിക്കുന്നുള്ളൂ. ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാര് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു.
അങ്ങനെ PSPക്ക് നിയമസഭയിൽ 19 അംഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവരുടെ മന്ത്രിസഭ 54 മാർച്ച് 17 പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ ഭരണമേറ്റു. അങ്ങനെ PSPയുടെ മന്ത്രിസഭയുടെ കാലത്ത് തിരുവിതാംകൂർ തമിഴ്നാട് കോൺഗ്രസ് തെക്കൻ തിരുവിതാംകൂറിലെ തമിഴ് പ്രദേശങ്ങൾ തൊട്ടടുത്തുള്ള മദുരാശി സംസ്ഥാനത്തോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് പ്രശ്നമുണ്ടാവുന്നു. അങ്ങനെ വെടിവയ്പൊക്കെ ഉണ്ടായി. എന്താവുന്നു? അടിയൊക്കെ ആയതിനു ശേഷം 55 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അപ്പൊ PSP പോയി 55 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ട് പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. ഓക്കെയാണേ. ഈ മന്ത്രിസഭയും നിലം പതിക്കുകയാണ് ചെയ്തത് 56 കേട്ടോ. 56 ഇതും നിലം പതിച്ചു. പനമ്പള്ളി മന്ത്രിസഭയുടെ പതനത്തോടുകൂടി സംസ്ഥാനത്ത് ആദ്യത്തെ പ്രസിഡന്റ് ഭരണം നടപ്പിലാക്കുന്നു. 56 ആദ്യമായിട്ട് എന്നാണ് 1956 പനമ്പള്ളി ഗോവിന്ദമേനോന്റെ മന്ത്രിസഭ തകർന്നതോടുകൂടി ആദ്യത്തെ പ്രസിഡന്റ് ഭരണം കേരളത്തിൽ വരുന്നു. ഇനി കേരള സംസ്ഥാനത്തിന്റെ പിറവിയാണ് പറയാൻ പോകുന്നത്. തിരുവിതാംകൂർ കൊച്ചിയില് പ്രസിഡന്റ് ഭരണം നിലനിൽക്കുമ്പോഴാണ് ഭരണാടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം ഉണ്ടാവുന്നത് അല്ലെ. 56 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും അഗസ്തീശ്വരം, കൽക്കുളം, തോവാള, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്നും വേർപെടുത്തി മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. അങ്ങനെ 1956 നവംബർ 1 ഐക്യ കേരളം ഒരു യാഥാർത്ഥ്യമായി തീരുന്നു. സംസ്ഥാനത്തിന്റെ തലവനായി രാജപ്രമുഖന് പകരം ഗവർണർ വന്നപ്പം കേരളത്തിൽ നിന്നും രാജവാഴ്ചയുടെ അവസാന ചിഹ്നവും അപ്രത്യക്ഷമാകുന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ ഓർത്തു വയ്ക്കേണ്ടത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ്. അപ്പൊ അത് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നില്ല. ഞാൻ ഇന്ന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മള് പഠിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനിയും ചോദ്യ രൂപത്തിൽ പറയുകയാണെങ്കിൽ 1-2 ചോദ്യങ്ങൾ ഒന്ന് പറയാം. തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റി ചോദിക്കാം. അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് 1938 ഫെബ്രുവരി 23-നാണ്. 1938 ഫെബ്രുവരി 23-ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന് നേതൃത്വം നൽകിയ മറ്റു ആൾക്കാർ ആരൊക്കെയായിരുന്നു? C. കേശവൻ, P.K. കുഞ്ഞ്, T.M. വർഗീസ്. അതുപോലെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യൂനാവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണമായിരുന്നു. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്ന് ഓർത്തു വെച്ചേക്കാം. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1-നാണ്. തിരുവിതാംകൂർ മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖായി സ്ഥാനമേൽക്കുന്നു. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖ ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. ഏറ്റവും ലാസ്റ്റ് താള്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി T.K. നാരായണപിള്ള, നമ്മളിപ്പോ പറഞ്ഞു. അതുപോലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ, അതും നമ്മളിപ്പോ പറഞ്ഞു. അതുപോലെ ഓർത്തു വെച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞു. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. ഈ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്ത് മൗലവി ആയിരുന്നു. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മലയാളം സംസാരിക്കുന്ന ആളുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. പിന്നീട് ഈ ഫസ്റ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, അതും കൂടെ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓടിച്ചിട്ട് ഐക്യ കേരളം പറയാത്തത് കൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ